നിങ്ങളുടെ ആവശ്യമില്ലാതെ എന്നെ സഹാക്കളാക്കിയതല്ലല്ലോ, എനിക്കറിയാമല്ലോ. അയാൾക്ക് എന്തർഹത ഇതിനെപ്പറ്റി പറയാം? അയാൾ ആരാ? ഭുവനേശ്വരൻ പ്രഹസനമാണല്ലേ, മനസ്സിലായല്ലോ. ഭുവനേശ്വരൻ്റെ ഒരു പ്രഹസനമാണ് എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭുവനേശ്വരൻ്റെ വാക്കിലൊരു അനാവശ്യം പറയാമോ? ഒരു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നവരെ പറ്റി അനാവശ്യം പറഞ്ഞാൽ അത് ആരെ പറ്റിയാണ് പറയുന്നത്? ഇവർക്ക് വല്ല അർഹതയുണ്ടോ? ഭുവനേശ്വരൻ്റെ പേരിൽ എത്ര ഓട്ടം അവർക്ക് പോയത്? മിനുവിൻ്റെ കാര്യമൊന്നും പറയണ്ട. സമ്മേളനത്തിൽ പ്രശ്നം ഉണ്ടാക്കി, കലാപം ഉണ്ടാക്കി, എങ്ങനെയോ സെക്രട്ടറി ആയതാണ്. അത് ഭൂരിപക്ഷമൊന്നുമല്ല കമ്മി, ചുമ്മാ അത് വഴക്കുണ്ടാക്കിയാണ്. അയാളെ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഭുവനേശ്വരൻ്റെ എക്സാക്ഷൻ ഉണ്ടോ ഞങ്ങളുടെ വകയാണ്, അയാളുടെ വകയല്ല. പാർട്ടിയുടെ സ്ഥലമല്ല അത്, അറിഞ്ഞിരിക്കുക. അവന് വരില്ല. അത് പാർട്ടിയുടെ സ്ഥലമല്ല, പാർട്ടിയുടെ പേരിലാണ്. ഡോക്യുമെൻ്റ് കാണിക്കാൻ പറ. അത് കശുവണ്ടി തൊഴിലാളി യൂണിയൻ്റെയാണ്, തൊഴിലാളി സംഘടനയാണ്. അവരൊക്കെ മരിച്ചു. ഭുവനേശ്വരൻ്റെ പേരിൽ നടത്ത ഈ കളിയുണ്ടല്ലോ, മാവേലിക്കെതിരെ പാർട്ടിയുടെ ബാക്കി അവശേഷിക്കുന്നതും കൂടെ പൊളിയും. ഇപ്പം തന്നെ 35,000 വോട്ട് 15,000 വോട്ടുമായി ഭൂരിപക്ഷം. ഈ ബിനുവിനെ പോലുള്ളവർ കാരണമാണ് ഈ വോട്ട് പോകുന്നത്. അവൻ്റെ നാട്ടിൽ അവൻ അംഗീകാരമുണ്ടോ? ഇല്ല. അയാൾക്ക് വല്ല കാര്യമുണ്ടോ ഇത് പ്രതികരിച്ചിട്ട്? രക്തസാക്ഷിയുടെ മണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വന്ന് പുഷ്പാർച്ചന നടത്തി. അത് ആരെങ്കിലും കമൻറ്റ് ചെയ്യുമോ? പറ. പാർട്ടിയുടെ വകയാണോ? അല്ലാതെ പാർട്ടിയുടെ സ്ഥലമല്ല. ഈ രക്തസാക്ഷി മണ്ഡപം അവിടെ എങ്ങനെ ഉണ്ടായെന്ന് ഇവനറിയോ? അറിയില്ലല്ലോ. ഭുവനേശ്വരൻ രക്തസാക്ഷിയായപ്പോൾ അടക്കേണ്ടത് ഞങ്ങളുടെ വീട്ടിലാണ് അല്ലേ? ഞങ്ങളുടെ വീട്ടിലാണ് അടക്കേണ്ടത്. അപ്പോൾ വീട്ടിലടക്കാനാണ് വീട്ടുകാരുടെ എല്ലാം തീരുമാനം. അപ്പോൾ അന്ന് MLA ആയിരുന്ന വളരെ മുതിർന്ന നേതാവായിരുന്ന എസ്കോ എന്ന കുടുംബത്തിൽ അന്തരിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് കശുവണ്ടി തൊഴിലാളിയുടെ സ്ഥലമുണ്ട് നെടുമുണക്കിൽ, നമുക്ക് അവിടെ അടക്കാം. ഞാൻ സമ്മതിച്ചോട് വീട്ടുകാർ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുത്താണ്. മനസ്സിലായോ? ഞങ്ങൾ വിട്ടുകൊടുത്തില്ല അടക്കാൻ പറ്റും. അപ്പോൾ ഇവൻ്റെ കുടുംബം, ഇവൻ്റെ അനിയനല്ലല്ലോ, ഇവൻ്റെ കുടുംബത്തിലെ ആരും അല്ലല്ലോ. അപ്പം അങ്ങനെ പറയുന്നവനെ ആ സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്തില്ലെങ്കിൽ ചാരുമൂട് പാർട്ടി നശിക്കും. അവനറിയില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയാം, വെറുതെ നിങ്ങളുടെ മുതലെടുക്കാൻ പറയല്ലേ. നിങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയണം. അവരെയൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ അത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈവച്ചാൽ മതി, ഇതൊക്കെ കൈവച്ചാൽ മതി. അല്ല ഇതല്ല, ഈ സാധനം ഉള്ളതുകൊണ്ട് അധികം പണയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത്. അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചതിനാ എന്തോന്നറിയില്ലേ? ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാണ് പറഞ്ഞത്. മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ മിണ്ടാ നിൽക്കുന്നേ, ചുമ്മാ നിൽക്കേ. ഇവരെ ഒന്ന് ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നാണോ? അല്ലല്ലോ. വന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ആരാണോട് ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക. അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ച് ഇത്തരം തോന്നിവാസം എന്നോട് ചോദിക്കരുത്. സാറിനെ കോട്ട് ചെയ്ത് വന്നുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾക്കൊക്കെ ചോദിക്കാനുള്ള ആളല്ലേ ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ പറ്റും അല്ലേ? അധികം വേണ്ട കേട്ടോ. ആരുടെ സ്റ്റുഡൻ്റ് ആയാലെന്താ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ചോദ്യം ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. പിന്നെ അത് ചോദിക്കുകയാണ്. അപ്പോൾ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. പോട്ടെ. അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തനമാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്. തേർഡ് റേറ്റും അല്ല അതെന്ന് പറയുന്നത്. ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ പിന്നെ ഇവിടെ എൻ്റെ വൈഫ് അല്ല എന്താ പിന്നെ എൻ്റെ വീടാണ്. എൻ്റെ വീടാണിത്. തനിക്ക് വേണേ പോവാം. നിങ്ങൾക്ക് പോവാം. ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഇവിടെ നിൽക്കത്തില്ലേ? അവരങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്. തേർഡ് റേറ്റ് ആണ്. അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്. നിങ്ങൾ അനാവശ്യം ഇവിടെ കാര്യമായ ഒരു കാര്യം അവർ ചോദിച്ചോണ്ടിരിക്കും. അവിടെ ഒരാളിങ്ങനെ വന്നിട്ട് നേരത്തെ ആരോട് ഡിസ്കസ് ചെയ്തിട്ട് വരിക. ഇതൊക്കെ എനിക്കറിയാം. ഒന്നും വേണ്ട. കാര്യമുണ്ട് ചോദിക്കാം. എനിക്കറിയില്ല. അതൊന്നും ഞാൻ തീരുമാനിക്കേണ്ട. അല്ലാതെ കോൺഗ്രസ് തീരുമാനിക്കേണ്ട. ഇതൊന്നും എനിക്കല്ല.
നിങ്ങൾ എന്നോട് ചോദിച്ചു കേട്ടല്ലോ. ഉപദേശൻ്റെ കാര്യത്തെ പറ്റിയാണ് ചോദിച്ചത്. അത് ഞാൻ വ്യക്തമായിട്ട് പറയും. ഒരു യാതൊരു അർഹതയില്ലാത്തവരാണ് സംസാരിക്കുന്നത്. യോഗം നടത്തിക്കോട്ടെ. ഞാൻ കോൺഗ്രസ് അല്ലല്ലോ. ഞാൻ അവിടെ സഹായത്തോടുകൂടി ജയിച്ചവരാണ്. ആ നന്ദി എനിക്കുണ്ട്. എന്തിനാ എന്നോട് ചോദിക്കാൻ ഏർപ്പാട് ചെയ്ത്? എന്നോടെന്തിനാണ് അവർ ചോദിക്കുന്നത്? അവർ ഒരിക്കലും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. ശരി.